അത് അങ്ങോട്ട് നോക്കൂ, അതൊരു ആശ്രമ കന്യകയല്ലേ, അതോ അപ്സരസോ? എല്ലാവർക്കും നമസ്കാരം. യുദ്ധഭൂമിയിൽ ഒരു പുതിയ പഠനം. മഹിളാ മോർച്ച ജില്ലാ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ടിക്കറ്റ് എടുക്കാതെ യാത്ര. കാസർഗോഡ് BJP ജില്ലാ പ്രസിഡന്റ് ML അശ്വിനിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. ഇവിടെ കണ്ടിട്ട് ഒരു വാശപ്പശകിന്റെ ലക്ഷണം ഉണ്ടല്ലോ. മഹിളാ മോർച്ച സംസ്ഥാന വ്യാപകമായി KSRTC ബസ്സിൽ നടത്തിയ അതൊന്നും സാരമില്ല, ഇതൊക്കെ പറയുവാ. ഞങ്ങൾ BJPയോ അല്ലെങ്കിൽ മഹിളാ മോർച്ചയോ അത്രക്ക് ബുദ്ധിയില്ലാത്ത ആൾക്കാരൊന്നും അല്ല. അധികമൊന്നുമില്ല, 2-3 പിരി എവിടെ കളി കിടക്കുക. നമ്മൾ ഈ സമരം അറിഞ്ഞുകൊണ്ടാണ് ചെയ്തത്. നിന്റെ ബുദ്ധിയില്ലായ്മ നീ ഒരിക്കൽ കൂടെ തെളിയിച്ചിരിക്കുന്നു. ഞങ്ങൾ സമരം ചെയ്തത് കോൺഗ്രസിന്റെ വാക്കുകളെ എതിരാണ്. ഞാൻ മെന്റലാണെന്ന് തോന്നണ്ടായോ? ഒരിക്കലില്ല. അത് തനിക്ക് വിവരമില്ലാഞ്ഞിട്ടാ. അത് ബുദ്ധിമുട്ടൊക്കെ തോന്നുന്നു. ജനങ്ങൾക്ക് നീതി നൽകാൻ വേണ്ടിയിട്ടാണ് ഇവിടെ BJP അതേപോലെ മഹിളാ മോർച്ച പ്രവർത്തിക്കുന്നുള്ളത്. വെറുതെ ചിരിപ്പിക്കരുത്. എന്തുകൊണ്ടാണ് കോൺഗ്രസിന്റെ ലീഡേഴ്സ് മെയ് 15 മുതൽ ബസ്സുകളിൽ സ്ത്രീകൾക്ക് ഫ്രീ ആയിട്ട് യാത്ര ചെയ്യാന്ന് പറഞ്ഞത്? കോമൺ സെൻസ് സീരിയലാത്തോണ്ട് എവിടെ പോയാലും ഇവൻ നോൺസെൻസ് മാത്രമേ സംസാരിക്കൂ. ആദ്യമായിട്ട് നിങ്ങൾ അവരോട് നിങ്ങൾ ചോദ്യം ചോദിക്കണം. അത്രക്ക് കോമൺ സെൻസ് ഇല്ലാത്ത ആൾക്കാരാണോ കോൺഗ്രസിന്റെ ലീഡേഴ്സ്? എന്റെ വേളാങ്കണ്ണി മാതാവേ, ഇവന് കുറച്ചു ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മന്ദബുദ്ധി എന്നെങ്കിലും വിളിക്കായിരുന്നു. അതും ഇല്ലാതായി. ഇനി VD സതീശനും അതേപോലെ VD സതീശന്റെ ടീം ഇനി 5 കൊല്ലം ഇവിടെ ജനങ്ങളെ പറ്റിക്കാൻ ഇനി ഞങ്ങൾ വിടുന്നില്ല. VD സതീശൻ അതേപോലെ VD സതീശന്റെ ടീം ഇനി 5 കൊല്ലം സ്വസ്ഥമായിട്ട് ഭരിക്കാൻ BJPയോ അല്ലെങ്കിൽ മഹിളാ മോർച്ചയോ വിടാനൊന്നുമില്ല. ആൾക്ക് തീരെ വിദ്യാഭ്യാസം വിവരമൊന്നും ഇല്ലേ, വിഡ്ഢിത്തിരെ പറയുള്ളൂ, തെണ്ടി. തൽക്കാലം ഇത്രയും മതി, വരട്ടെ.